ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ ശല്യം ചെയ്യുന്ന, എന്താ പറയുക, ഒരു ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരു മുതലാണ് കേട്ടത്. എത്ര അട്ടി ഓടിച്ചാലും ഇത് ഇവിടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ കൊക്ക്, മേലത്തെ കൊക്ക് ഒത്തിരി പൊട്ടിയ പോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ദിവസം ഇയാളാണ് ഈ വരുന്നതെന്ന്. ചില സമയത്ത് അതിൻ്റെ ഫ്രണ്ടിനും കുട്ടി വരലുണ്ട്. എന്തിനാണ് ഇവിടെ വന്ന് നിലവിളിക്കുന്നതെന്നറിയില്ല. ഈ മൈനിൻ്റെ ശല്യം ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ മൈന ഇവിടെ വരാതിരിക്കുക, എന്തെങ്കിലും ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ഓപ്ഷൻ ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. നേരം വെളുത്ത് 6:30-7 മണിക്ക് തുടങ്ങും ഇതിൻ്റെ നിലവിളി. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലാണ് നമ്മളൊന്ന് ഉറങ്ങുന്നത്. ആ സമയത്ത് തുടങ്ങും മറ്റുള്ള കരച്ചിൽ. വൈകിട്ട് ഒരു 6-7 മണി വരെ ഉണ്ടാവും. എത്ര അട്ടി അടിച്ചാലും അതേ സ്പീഡിൽ റിട്ടേൺ അടിച്ച് വന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഈ നിലവിളി തന്നെ. ഇപ്പം എൻ്റെ സംസാരം കേൾക്കുന്നതുകൊണ്ട് മിണ്ടണില്ല കേട്ടോ. ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും. മൈനേ, മൈനു, അരേ മൈന, ടാറ്റാ, പോടാ. ഇനി വരുമോ കേട്ടോ. അവിടെ പോയി. ഞാനിവിടെ കവർ വെച്ച് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കൽ. അപ്പോൾ നോക്ക്, അതിൻ്റെ കരച്ചിലും വെറുപ്പിക്കലും നിർത്തില്ല എന്ന് തന്നെ. എന്ത് ടൈം വെച്ചിട്ടും കാര്യമില്ല. അങ്ങനെ കിടന്ന് വെറുപ്പിക്കാൻ ഞാനെപ്പോലെ ഒരാൾ ദുനിയാവിലുണ്ടായിട്ടില്ല. എപ്പോൾ തുടങ്ങിയിരിക്കണം? 7 മണിക്ക് വന്ന് തുടങ്ങിയിട്ട് ഞാൻ ഇവിടെ കവർ വെച്ച് പേടിച്ചിട്ട് പോകുന്നു ചേച്ചി.